പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ ധ്യാനിച്ച് ടൂൾസ് എടുത്തു വെച്ചു. ചേച്ചിയെ ഹാപ്പി ന്യൂ ഇയർ. എന്നാ സ്പെഷ്യൽ ഉള്ളത്? ആഹാ, ന്യൂ ഇയർ ആയിട്ട് നല്ല പുരോഗതിയാണല്ലോ. 60 രൂപയുടെ ഊണിന് ഞാൻ സ്രാവിനെ വറുത്ത് തരാം. ഈ വർഷത്തെ ആദ്യത്തെ കച്ചവടം എല്ലാം കൂടി പൊലിപ്പിച്ചേക്കണം. എന്നാ കൊടുക്ക്. പപ്പടമൊക്കെ താഴെ. മത്തി കക്കാപ്പൊടി എന്നാ വേണ്ടേ? മീൻചാറ് മതി. അതിനാണ് ഇവിടെ ഇത്ര ഷോ കാണിച്ചേ. സാമ്പാറല്ലേ? മതിയോ? അല്ല, സ്പെഷ്യൽ എന്നാ വേണ്ട? സ്പെഷ്യൽ എങ്ങനെ വേണോ? 3 കാക്ക. തൂക്ക് വേണേ. പിടിച്ചു വേണം വേണേ. കണ്ണുള്ള ഷർട്ട് ഇട്ടി ആ ചേട്ടൻ നല്ല തട്ടാ കിട്ടും. അവരെല്ലാവരും എഴുന്നേറ്റു. ആ പ്ലേറ്റുകളൊക്കെ ക്ലിയർ ചെയ്യേ. വല്ലാത്ത ഭരണം കൂടുന്നുള്ളൂ കേട്ടോ. ഞാൻ നല്ല കുത്തുവെച്ച് കൊടുക്കുന്നു. ഊണും ഒരു സ്പെഷ്യലും അല്ലേ? 100. അത് ഈ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ഉഷാറായിക്കേ പെട്ടെന്ന്. ഖജാഞ്ചി കളിച്ചിരിക്കാതെ വന്ന് വിളമ്പാൻ നോക്ക്. ഓക്കെ. ഓയ് ചോറുതാ, എത്ര നേരായി? സാറേ ഇപ്പൊ തരാവേ. ആകെപ്പാടെ ശകലേ ഉള്ളൂ. നല്ല കൂളിങ്ങാ. സാമ്പാർ, പരിപ്പ്, മോര് ഏതാ വേണ്ടേ? എന്തേലുമൊക്കെ കൊണ്ടുവാ. സ്പെഷ്യൽ എന്തെങ്കിലും വേണം സാറേ? എന്നാ ഉള്ളേ? ഇതാ ബോർഡിലുണ്ടേ. സാമ്പാർ, മോര്, പരിപ്പ് എന്നാ വേണ്ടേ? അതെ, എല്ലാവരും കഴിച്ചിട്ട് പോകുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല. ഇത് അടുക്കള വശത്ത് കൊണ്ടു വെച്ചോ. അല്ലെങ്കിലും ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യം നോക്കിയിട്ടുള്ള പണിയൊക്കെ മതി, കൊണ്ടു വെച്ചോ. തൂക്കേ. രാവിലെ കഴിക്കാതെ ഇങ്ങ് വരുക ഉച്ചയ്ക്ക്, എന്നിട്ട് ഉള്ള കറി മൊത്തം തീർക്കുക. വരുവാ സാറേ. കറിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. വീട്ടിൽ പോയി കഴിച്ചാൽ പറയായിരുന്നു. എൻ്റെ ഏരിയക്കാരും ഭേദാ. ബെസ്റ്റ്. ഇന്ന് ആള് കൂടുതലായിരുന്നു. പരിപ്പ് തീർന്നു പോയി. ഇനി എന്നാ ചെയ്യും? മൈദമാവ് കലക്കാം. വേണ്ട, ഉള്ളത് മതി. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. സാമ്പാർ ഒഴിക്കട്ടെ? ആശുപത്രി പോയതാണോ? അതെ മോളെ. ചേച്ചി ഇവിടെ ഒട്ടും ഹൈജീൻ അല്ല കേട്ടോ. 60 രൂപയുടെ ഹൈജീനൊക്കെ ഇവിടെ ഉണ്ട് മോനെ.
അതാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ആശുപത്രി പോയാൽ എൻ്റെ മോനെ ഭയങ്കര ചുമയാണ്. ഈ ചുമ കഫക്കെട്ട് കഫം വരുന്നുണ്ട്. മഞ്ഞ നിറത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹൈജീൻ. എത്ര ഏജ്? 60. മമ്മൂട്ടി ഉണ്ടോ? 65 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഓക്കെ മമ്മൂക്ക. ചെറിയ വട്ടം ഉണ്ടല്ലേ. അപ്പോൾ ഈ മീനിന്റെ വിലയൊക്കെ റോക്കറ്റ് വിട്ട പോലെ പോകുന്നത്. അത് അങ്ങനെയൊന്നും അല്ല പിള്ളേരെ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നാള് കൂടാണ്ട് മീനൊക്കെ തീർന്നുവല്ലേ. ചേച്ചി ചേച്ചി നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്, ഞാൻ കാണിക്കട്ടെ? ഇവിടെ ഒന്നും വേണ്ട മോളെ. കൊച്ചു വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല ചേച്ചി, ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിച്ചോളാം. ഇനിയൊന്നുമല്ല പിള്ളേർ, ഈ പ്രായത്തിൽ നല്ലോണം കഴിക്കണം. ബാ മോള് വാ, കഴിക്കാൻ വാ. ബാ കഴിക്കും മോളെ. എന്തേലും വേണമെങ്കിൽ ചോദിക്കണേ. ഈ മീൻ വറുത്തമൊക്കെ ഇപ്പൊ എവിടുന്ന് കിട്ടിയേ? അതൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കരിമീൻ വറുത്തതുണ്ട്, കുടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. വീഡിയോയ്ക്ക് പിന്നിലുള്ള പിന്നാമ്പുറ കാഴ്ചകളാണിത്. അപ്പം കുറച്ച് നാളായിട്ട് ഈ കൺസെപ്റ്റ് ചെയ്യാനായിട്ടിരിക്കും. അപ്പം ന്യൂ ഇയറിന് തന്നെ അടിപൊളിയായിട്ട് ഇറക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ തലേദിവസം തന്നെ ഇതിന് വേണ്ടിയുള്ള മീനൊക്കെ വെട്ടി വെച്ചിട്ട് രാവിലെ ഒന്ന് വരഞ്ഞ് വറക്കാനുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കസേരയെല്ലാം വാടകയ്ക്ക് രാവിലെ തന്നെ എടുക്കുമായിരുന്നു. കസേര മാത്രം ഉണ്ടായിരുന്നു, ടേബിളെല്ലാം നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ എല്ലായിടത്തു നിന്ന് സംഘടിപ്പിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ ടേബിള് കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ വരികയാണ്. അങ്ങനെ 3 ടേബിൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒപ്പിച്ചു. പിന്നെ കേറ്ററിംഗ് നടത്തുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പാത്രങ്ങളെല്ലാം സംഘടിപ്പിച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. തംബ്നെയിലിന് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒരുപാട് പേര് വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന മിക്കവരും ഇതിനകത്ത് വരാൻ സാഹചര്യം കൊണ്ട് പറ്റിയില്ല, മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതാണ് എനിക്ക് ന്യൂ ഇയറിന് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷകരമായ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ പാത്രം കഴുകാനൊക്കെ പോകണം. ഞാൻ മാത്രമല്ല, ദേ അവരും ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമേ കഴുകുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്.